ഈ മൃതദേഹം തുരങ്കത്തിന് അകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെത്തുന്ന ഒരു നിഗമനം. ശക്തമായ ഒഴുക്കിൽ, മഴവെള്ളത്തിൻ്റെ ഒഴുക്കിൽ പുറത്തേക്ക് പോയതാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നമുക്ക് ഇറങ്ങാൻ കഴിയാവുന്ന സ്ഥലത്തിൽ മനുഷ്യൻ ഇറങ്ങി പരിശോധിക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലത്തും ഇന്നലെ പരിശോധനയുണ്ടായിരുന്നു. ഈ സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങി പരിശോധന നടത്തിയതാണ്. പക്ഷേ അവർക്ക് അധികം മുന്നോട്ട് പോയി പരിശോധന നടത്താൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ആ ടണലിനുള്ളിലുണ്ടായിരുന്നു. പറ്റുന്ന അത്ര സാധ്യമായതെല്ലാം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷവും നമ്മളെക്കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് സഹായം തേടാനുള്ളൊരു ശ്രമവും നടന്നു. അങ്ങനെയാണ് നേവിയും NDRF എല്ലാം ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ അവർ എത്തിയപ്പോൾ പോലും കൂടുതലായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക്, മാലിന്യം മാറാതെ ഈ അകത്തൊരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് എത്തിച്ചേർന്ന്. അതിനാൽ തന്നെയാണ് ഈ ഇന്നലെ വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമവും വിഫലമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തായാലും അതിനുള്ളിൽ കിടന്ന മാലിന്യമടക്കം പുറത്തേക്ക് തള്ളിപ്പോരുന്ന തരത്തിലുള്ള മഴവെള്ളം ഇന്നുണ്ടായിരുന്നു. ആ മഴവെള്ളത്തിന്റെ ഒഴുക്കിൽ പുറത്തേക്ക് വന്നതാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഈ പറയുന്ന സ്ഥലം തമ്മിലുള്ളത് എങ്കിൽ രാവിലെ മുതൽ അവിടെ നിന്നും ഈ രാവിലെ ഒഴുകി പോകുന്നതാകാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയെല്ലാം നേരത്തെ മാലിന്യം കൂടിക്കിടന്ന സ്ഥലമാണ് ഈ ആമയിഴഞ്ചാൻതോട്ടിന്റെ നമ്മളിപ്പോൾ ഈ മൃതദേഹം കണ്ടെടുത്ത സ്ഥലമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴവിടെ മാലിന്യമൊന്നുമില്ല. ആ മഴവെള്ളത്തിന്റെ ഒഴുക്കിൽ അതെല്ലാം ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴുകി വന്നതാകാമെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്. കൂടുതൽ സ്ഥിരീകരണം ഇത് ജോയിയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്നുണ്ട്. ജോയി തന്നെ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് നിരാശാജനകമായ ഒരു വാർത്തയാണ് എങ്കിൽ കൂടി കഴിഞ്ഞ 2 ദിവസം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ നഗരസഭയാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമാണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ രാപകലില്ലാതെ പ്രവർത്തിച്ചു എന്ന് പറയാം. അങ്ങനെയായിരുന്നു ആ രക്ഷാപ്രവർത്തനം. പക്ഷേ ആ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിരാശയായി മാറുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. നമ്മളിപ്പോൾ കാണുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസ് തിരിഞ്ഞ് കയറുന്ന ആ ഭാഗമാണ്. ഇപ്പോൾ എത്തിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് ഇപ്പോൾ ഈ ആംബുലൻസ് എത്തിച്ചേരുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ മറ്റുള്ള ഉദ്യോഗസ്ഥരടക്കം കളക്ടർ അടക്കമുള്ളവർ അല്പസമയങ്ങൾക്കകം ഇവിടേക്ക് എത്തും.